മറ്റൊരു വാർത്തയിലേക്ക് ബാങ്കിലെ NRO നിക്ഷേപത്തിന് നികുതി ഇളവ് ലഭിക്കാൻ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് അഥവാ TRC ഹാജരാക്കണമെന്ന നിർദ്ദേശം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു. അല്ലാത്തപക്ഷം അക്കൗണ്ടിലെ നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് 30% നികുതി ഈടാക്കുമെന്നാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ അറിയിപ്പ്. ഇൻകം ടാക്സ് ആക്ടിലെ പുതിയ ഭേദഗതി അനുസരിച്ച് NRO അക്കൗണ്ടുള്ള പ്രവാസികൾ അവർ ജോലിയെടുക്കുന്ന രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന TRC ഹാജരാക്കണം. ഇക്കാര്യം അറിയിച്ച് നാട്ടിലെ ബാങ്കുകൾ പ്രവാസി അക്കൗണ്ട് ഉടമകൾക്ക് അയച്ച ഇമെയിലാണിത്. ഇന്ത്യയുമായി ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുള്ള രാജ്യത്താണ് ജോലിയെങ്കിൽ നികുതി ഇളവ് ലഭിക്കാനാണ് TRC നൽകേണ്ടത്. മിക്ക ഗൾഫ് രാജ്യങ്ങളുമായി കരാറുള്ളതിനാൽ നേരത്തെ അക്കൗണ്ട് ഉടമ നൽകുന്ന സാക്ഷ്യപത്രം മാത്രം സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ നികുതി ഇളവ് നൽകിയിരുന്നു. നിക്ഷേപത്തിൻ്റെ പലിശയ്ക്ക് 10% നികുതി ഈടാക്കിയിരുന്നില്ല. എന്നാൽ ഇനി മുതൽ വിദേശത്തെ സർക്കാർ നൽകുന്ന രേഖ നൽകിയാൽ മാത്രമേ നികുതി ഇളവ് ലഭിക്കൂ. പല രാജ്യങ്ങളും വ്യക്തികൾക്ക് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് നൽകുമോ എന്നതുപോലും വ്യക്തമല്ല. കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ബില്ലിൽ പുതിയൊരു ക്ലോസ് കൊണ്ടുവന്നു. ഈ ഡബിൾ ടാക്സേഷൻ ട്രീറ്റി അവോയ്ഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രവാസികൾ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതാത് രാജ്യത്തെ ടാക്സ് അതോറിറ്റി നിന്ന്. പക്ഷേ പല ആൾക്കാർക്കും അത് ഏത് ഓഫീസിൽ നിന്നാണ് കിട്ടുകയെന്ന് ഇപ്പോഴും വ്യക്തമായ അറിവില്ല. UAEയിൽ ഈ രേഖ ലഭിക്കുന്നതിന് 1000 ദിർഹം ചെലവിടണം. ഒമാനിൽ ധനകാര്യ മന്ത്രാലയമാണ് രേഖ നൽകുന്നതെങ്കിലും ഇത് ലഭിക്കുന്നത് എങ്ങനെയെന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർക്ക് പോലും അറിയില്ല. നികുതി ബാധകമല്ലാത്ത NRE അക്കൗണ്ടുകാർക്ക് ആശങ്ക വേണ്ട. വിദേശത്ത് ഫോറിൻ കറൻസിയിലും നാട്ടിൽ നിന്ന് ഇന്ത്യൻ രൂപയിലും നിക്ഷേപം നടത്താൻ സൗകര്യം നൽകുന്ന അക്കൗണ്ടുകളാണ് NRO. ഈ അക്കൗണ്ടുകൾ NRE ആക്കി മാറ്റണമെങ്കിൽ ഇനി മുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റിംഗ് നടത്തി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും പുതിയ ഭേദഗതിയിലുണ്ട്. ഫലത്തിൽ നേരത്തിന് TRC സമർപ്പിക്കാൻ കഴിയാതെ 10,000 പ്രവാസികൾക്ക് നികുതി ഇളവ് നഷ്ടപ്പെടുമെന്നുറപ്പാണ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. വേനലവധിക്ക് കുവൈറ്റിൽ ആളൊഴിയും. മൊത്തം ജനസംഖ്യയുടെ 60% വേനലവധി ചെലവിടാൻ വിദേശങ്ങളിലേക്ക് പറക്കാനൊരുങ്ങുകയാണ്. വെക്കേഷൻ ലീവിന് കൂടുതൽ പേരും തെരഞ്ഞെടുത്തിരിക്കുന്നത് തുർക്കിയും ഐക്യ അറബ് എമിറേറ്റ്സും. കുവൈറ്റിൽ നിന്നും ഇത്തവണ വിദേശയാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട് എന്നാണ് ബുക്കിംഗുകൾ വ്യക്തമാക്കുന്നത്. 1.2 മില്യൺ വരുന്ന മൊത്തം ജനസംഖ്യയുടെ 60% പേർ വിദേശയാത്രക്കായി സീറ്റുകൾ റിസർവ് ചെയ്തതായി ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂൺ ആദ്യവാരത്തിൽ തുടങ്ങി സെപ്റ്റംബർ പകുതിയോളം നീളുന്നതാണ് രാജ്യത്തെ വേനലവധി കാലയളവ്. തുർക്കി, UAE എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ബുക്കിംഗുകൾ. നല്ലൊരു ശതമാനം ആളുകൾ ബൾഗേറിയ, റുമാനിയ തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യാത്രക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ആഗോള ടൂറിസം വരുമാനത്തിൽ നല്ലൊരു വിഹിതം അവകാശപ്പെടാവുന്ന കുവൈത്തി ടൂറിസ്റ്റുകളുടെ വർധനവ് കാരണം പല വിമാന കമ്പനികളും അഡീഷണൽ ഫ്ലൈറ്റുകൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. ജൂൺ 1 മുതൽ തുർക്കിഷ് എയർലൈൻസ് ദിനേന 5 വീതം സർവീസുകളാണ് കുവൈത്ത് ഇസ്തംബൂൾ സെക്ടറിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മീഡിയ 1, കുവൈത്ത്. റാസൽ ഖൈമ വനിതാ കോളേജിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം UAE പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർവഹിച്ചു. 130 ദശലക്ഷം ദിർഹം ചെലവിട്ടാണ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. UAEയിലെ പ്രമുഖ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. മക്കയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 28ഓളം താമസ കേന്ദ്രങ്ങൾ ടൂറിസം വകുപ്പ് അടച്ചുപൂട്ടി. മക്കയിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ചാണ് താമസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതെന്ന് മക്ക ടൂറിസം വകുപ്പ് എക്സിക്യൂട്ടീവ് മേധാവി അബ്ദുല്ല സവാദ് പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ ലൈസൻസ് ഇല്ലാത്ത കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും തീർത്ഥാടകരെ താമസിപ്പിക്കരുതെന്നാണ് മന്ത്രിസഭാ തീരുമാനം. ഈ വർഷം ഇതുവരെ 65ഓളം ഹോട്ടലുകളും താമസ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എക്സ്പ്രസ് മണി മുഖേന പണം അയക്കുന്നവർക്ക് യൂണിയൻ ഇൻഷുറൻസ് സഹകരണത്തോടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും. റെമിറ്റൻസ് സംവിധാനത്തിന് കീഴിൽ ഇതാദ്യമായാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതെന്ന് എക്സ്പ്രസ് മണി വൈസ് പ്രസിഡന്റ് സുധീഷ് ഗിരിയാൻ, യൂണിയൻ ഇൻഷുറൻസ് പ്രസിഡന്റ് ഉസ്മാൻ ഖാദിമി എന്നിവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒമാനിലെ സുഹാറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂർ സ്വദേശി നിര്യാതനായി. കാടാച്ചിറ മുഹമ്മദിന്റെ മകൻ AC റഫീഖാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. നേരത്തെ സൗദിയിലെ ദമാമിലുണ്ടായിരുന്ന ഇദ്ദേഹം കാറ്ററിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഉംറ തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ മക്ക ഹറമിൽ കൂടുതൽ കവാടങ്ങൾ തുറന്നു. 100 കവാടങ്ങൾ മുഴുവൻ സമയവും തീർത്ഥാടകർക്കായി തുറന്നിട്ടതായി ഹറം കവാടകാര്യ ഓഫീസ് അധികൃതർ പറഞ്ഞു. 17 കവാടങ്ങൾ പ്രായം കൂടിയവർക്കും വികലാംഗർക്കും മാത്രമാണ്. 507ഓളം ഉദ്യോഗസ്ഥരെ വിവിധ കവാടങ്ങളിൽ സേവനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ലിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട്.
ഒമാനിൽ ജൂൺ 1 മുതൽ തൊഴിലാളികൾക്ക് മധ്യാഹ്ന വിശ്രമം അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം. വേനൽച്ചൂട് ശക്തമായതിനാൽ തുറസായ സ്ഥലത്ത് ജോലിയെടുക്കുന്നവർക്കാണ് ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ വിശ്രമം നൽകേണ്ടത്. ഓഗസ്റ്റ് അവസാനം വരെ 3 മാസം നിയമം പാലിക്കാൻ മുഴുവൻ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വ്യാപക പരിശോധനയുണ്ടാകും. മധ്യാഹ്ന വിശ്രമം നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രാലയം തൊഴിലാളി ക്ഷേമ വിഭാഗം ഡയറക്ടർ സാലിം സൗദ് അൽ ഗാദ്ബാദി മുന്നറിയിപ്പ് നൽകി. ഇനി കറൻസി വില നിലവാരം നോക്കാം. സൗദി 14.65, UAE 14.95, ബഹ്റൈൻ 144.92, ഖത്തർ 15.9, കുവൈറ്റ് 194.93, ഒമാൻ 142.65 രൂപ. ലോക ജനതയ്ക്ക് മുമ്പിൽ ഫലസ്തീൻ ജനതയുടെ ശബ്ദമാവുകയാണ് ഗസയിലെ 22-കാരനായ മുഹമ്മദ് അസഫ്. മദീഷയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള അറബ് ഐഡോൾ എന്ന റിയാലിറ്റി ഷോയിൽ ഫലസ്തീൻ മണ്ണിനെക്കുറിച്ചുള്ള പാട്ടുകളിലൂടെയാണ് അസഫ് പ്രേക്ഷകരുടെ മനം കവരുന്നത്. ഫലസ്തീൻ തെരുവുകളിൽ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്നാണ് അസഫിന്റെ പ്രകടനം വീക്ഷിക്കുന്നത്. ജന്മനാടായ ഗസയിലെ കാൻയൂനിസിലെ തെരുവുകൾ ഇന്ന് മുഹമ്മദ് അസഫിന്റെ ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അറബ് ഐഡലിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഫലസ്തീൻകാരൻ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലാണ് റിയാലിറ്റി ഷോ നടക്കുന്നത്. മകന്റെ പ്രകടനത്തിൽ ഏറെ അഭിമാനിക്കുന്നതായി പിതാവ് ജാബിർ അസഫ് പറയുന്നു. أنا مبسوط جدا وفخور فيه وبشرفني ابني وبقول له يا محمد زيد من القوة والإصرار احنا عايزين العرب ايدل. എന്നാൽ കുടുംബത്തിന് മാത്രമല്ല ഫലസ്തീൻ ജനതക്കാകെ അസഫ് അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഗസയുടെ ജീവിതവും പോരാട്ടവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ് അസഫിന്റെ പാട്ടുകൾ. قطاع غزة إنه إحنا عنا حياة وعنا صوت بعبر علينا بكل إشي فبنتمنى له الصعود وإن شاء الله للنهائيات بوصل وبرفع راسنا كلنا. വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ നൂറുകണക്കിന് ആളുകൾ തെരുവിലൊരുമിച്ചുകൂടി വലിയ സ്ക്രീനിലാണ് അസഫിന്റെ പ്രകടനം കാണുന്നത്. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഗസ ഭരിക്കുന്ന ഹമാസും അസഫിനെ പിന്തുണയറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അറബ് ഐഡലിന്റെ ഫൈനൽ റൗണ്ടിലെത്തിയ അസഫിന്റെ വിജയത്തിനായി ഓരോ ഫലസ്തീൻകാരനും പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രാജ്യത്തെ നടുക്കിയ മംഗലാപുരം വിമാന ദുരന്തത്തിന് 3 ആണ്ട് തികയുന്നു. ദുരന്തത്തിൽ മരിച്ചവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. നഷ്ടപരിഹാരത്തിനായുള്ള പോരാട്ടത്തിലാണ് അപകടത്തിൽ മരിച്ച റാഫിയുടെ പിതാവ് അബ്ദുസലാം. 3-ാം വാർഷികത്തിലും ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരുണങ്ങുന്നില്ല. ദുബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് 812 വിമാനം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേക്ക് സമീപമാണ് തകർന്നു വീണത്. 166 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ 158 പേർ മരിച്ചു. ഇതിൽ 58 പേർ മലയാളികളാണ്. മരിച്ചവരുടെ ആശ്രിതർക്ക് 75 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി മുല്ല ആൻഡ് മുല്ല കമ്പനിയെ ചുമതലപ്പെടുത്തി. കമ്പനിയുടെ കൗൺസിലർ ജസ്റ്റിസ് ജ്ഞാനാവതി കുടുംബങ്ങളുമായി വിലപേശിയാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചതെന്ന് ആരോപണമുണ്ട്. മരിച്ചവരുടെ ജോലിയും ജീവിത നിലവാരവും നോക്കി നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ക്രൂരമാണെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഇതിന്റെ തെളിവാണ് കാസർകോട്ടെ റാഫിയുടെ കുടുംബം. ഷാർജയിൽ ജോലിക്കാരനായിരുന്ന റാഫിയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് കിട്ടിയത് 35 ലക്ഷം രൂപയാണ്. ഇതിനെതിരെ അദ്ദേഹത്തിന്റെ പിതാവ് കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അബ്ദുസലാം പറയുന്നു. മംഗലാപുരം വിളിച്ച് ആദ്യം പറഞ്ഞു 30 തരാം 25 തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ ബുദ്ധിമുട്ടും ചെയ്തുകൊണ്ട് കേസ് കൊടുത്തു. അതിൽ ഹൈക്കോടതിന് ഞങ്ങൾക്ക് വിധി വന്ന് 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും എന്താക്കിയതിന് അപ്പീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം സുപ്രീം കോടതിയിലേക്ക് എന്താക്കി. രാജ്യം നടുങ്ങിയ ദുരന്തത്തിന്റെ 3-ാം വാർഷികത്തിലും മുറ്റവരെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരടങ്ങുന്നില്ല. 2.5 വർഷത്തെ പ്രവാസത്തിനു ശേഷം റാഫി തിരിച്ചു വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം കാത്തിരുന്നത്. എന്നാൽ വിമാനം മംഗലാപുരത്ത് കത്തിയമർന്നപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. ഇപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ പേരിൽ സർക്കാർ ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമറമാൻ രാജേഷിനൊപ്പം ഷഫീഖ് നസ്രുള്ള, മീഡിയ 1. 2008 ഫലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം ഇതിവൃത്തമാക്കി ഒരുക്കിയ ഫലസ്തീൻ ചിത്രം കോണ്ടംപ്ലേറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമാവുന്നു. ഷോർട്ട് ഫിലിം മത്സര വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഇരട്ട സഹോദരങ്ങളായ അഹമ്മദ്, മുഹമ്മദ് അബു നാസർ എന്നിവരാണ് ചിത്രത്തിന്റെ സംവിധായകർ. ഛിന്നഭിന്നമാക്കിയതും ക്രൂരവുമായ ഒരു ലോകത്ത്
സ്നേഹത്തിനും പ്രത്യാശക്കും വേണ്ടിയുള്ള സ്വപ്നം. അതാണ് ക്വാണ്ടം ലീഡ് എന്ന ഫലസ്തീൻ ചിത്രത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. 2008 ഇസ്രായേൽ ഗസ മുനമ്പിൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 1400 ഫലസ്തീനികളാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. യുദ്ധം ജനങ്ങളുടെ അഭിലാഷങ്ങളെയും ജീവിതത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും സ്നേഹം വെറുപ്പിലേക്കും വഞ്ചനയിലേക്കും എങ്ങനെ മാറുന്നുവെന്നും കാണിക്കുന്നതാണ് സിനിമ. ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ഒരു ദിവസം കൊണ്ടാണ് ക്വാണ്ടം ലീഡിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. കാനിൽ മികച്ച ചെറുചിത്രത്തിനുള്ള പുരസ്കാരം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ. أنا بتمنى إنه الفيلم يحصل على الجائزة الذهبية لأنه ببساطة فيلم جميل وهم قدروا عن جد يعالجوه فنيا بشكل حلو. بالإضافة هي الفكرة كمان يعني مش أنا كاتبها، الفكرة جديدة والفكرة هي مختلفة عن الأفكار التقليدية اللي لها علاقة بالجنس والحرب. هي فكرة مش فكرة عادية، خلينا نقول إنه لها علاقة في الجنس والحرب مكررة يعني أو سبق طرحت. അൾജീരിയൻ നടി മരിയ ഹംദിയാണ് ചിത്രത്തിലെ നായിക. ഫലസ്തീൻകാരനായ റാഷിദ് അബ്ദുൽ ഹമീദാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രാജ്യത്തിന്റെ നഷ്ടപ്രതാപം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കിഴക്കൻ അൾജീരിയയിലെ വീട്ടമ്മമാർ. ഒരു കാലത്ത് നാടിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന പരവതാനി നിർമ്മാണം പുതിയ രൂപത്തിൽ തിരിച്ചുകൊണ്ടുവരികയാണവർ. ഇവർ നെയ്തെടുക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും രാജ്യത്തിന്റെ പിന്നാക്കാവസ്ഥയുമാണ് ഈ നാട്ടിലെ സ്ത്രീകളെ വ്യവസായത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്. نخدموا ونخرجوا فيه برا الجزائر في الولايات نتاع الجزائر اسمها معارض دوليه بدا يبان بخاص ضربيه بابار الله يبارك بدا تنفض عليها الغبار. ഇത് വ്യവസായം മാത്രമല്ല, ഇവർക്ക് നാടിന്റെ പാരമ്പര്യം നിലനിർത്തൽ കൂടിയാണ്. നിറവും ഭംഗിയും ഒത്തുചേരുന്ന ഈ പരവതാനികൾക്ക് രാജ്യത്തിനകത്തും പുറത്തും ആവശ്യക്കാർ ഏറെ. അതുകൊണ്ട് തന്നെ പരവതാനി നിർമ്മാണം തകൃതി. വെറുതെ ഇരുന്ന് സമയം കളയുന്നത് ഇവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് വിപണി സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്തു ഈ സ്ത്രീകൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.